ഹലോ വെൽക്കം ടു ദ വീഡിയോ. ഇന്നത്തെ ക്ലാസ്സിൽ ശ്രീ നാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി എ ഇംഗ്ലീഷ് കോർ കോഴ്സായ ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗ് എന്ന കോഴ്സിൻ്റെ ഷോർട്ട് സ്റ്റോറി, ഇന്ത്യൻ ഇംഗ്ലീഷ് ഷോർട്ട് സ്റ്റോറി എന്ന യൂണിറ്റാണ് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ യൂണിറ്റിൽ ഇന്ത്യൻ ഇംഗ്ലീഷ് നോവലാണ് പരിചയപ്പെട്ടത്. എന്താണ് ഇന്ത്യൻ ഇംഗ്ലീഷ് ഷോർട്ട് സ്റ്റോറിയുടെ ചരിത്രം നോക്കാം നമുക്ക്. ഇന്ത്യൻ ഇംഗ്ലീഷ് ഷോർട്ട് സ്റ്റോറി കഴിഞ്ഞ യൂണിറ്റിലെ ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ നമ്മൾ പഠിച്ച സമയത്ത് ചില എഴുത്തുകാരെ അവിടെ പരിചയപ്പെട്ടിരുന്നു. ഫോർ എക്സാമ്പിൾ R.K. നാരായൺ, രാജാ റാവ് മുതലായവർ. സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ ഇന്ത്യയിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എഴുതാൻ ആരംഭിച്ച എഴുത്തുകാർ, റൈറ്റേഴ്സ് ഹു സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ബിഫോർ ഇൻഡിപെൻഡൻസ് in India. These writers also published short stories. So we have a very strong lineage of short story writers before independence, the pre-independence period, after independence, the post-independence period, and the contemporary period. We have a strong tradition of short story writers, both men and women writers. So in short story, we have to consider these three areas: pre-independence writers, post-independent writers, women short story writers, and sometimes some writers like Salman Rushdie, etc., can be seen trying to write in the post-colonial sense. But mostly short stories in India, they all have so many themes in them that they usually talk about, such as, for example, caste issues, caste discrimination, gender issues, political issues. Most of them don't really go into the post-colonial discourse. ഇന്ത്യയിൽ എഴുതുന്ന ചെറുകഥകളിൽ പോസ്റ്റ് കൊളോണിയലിസം വളരെ കുറവാണ്. നോവലുകളിൽ ധാരാളമുണ്ട്. ചെറുകഥകളിൽ അത്ര നമുക്ക് കാണാൻ പറ്റില്ലെങ്കിലും മറുവശത്ത് ചെറുകഥകളിൽ ജെൻഡർ ഇഷ്യൂസ്, കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ, പിന്നെ മറ്റുള്ള രാഷ്ട്രീയ ചലനങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ദളിത് ഇഷ്യൂസൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമുക്ക് ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ ചാപ്റ്റർ വായിക്കാൻ, ഈ യൂണിറ്റ് വായിക്കാൻ. ബിഗിനിങ് ഓഫ് ഷോർട്ട് സ്റ്റോറി. ഇന്ത്യൻ ഇംഗ്ലീഷ് ഷോർട്ട് സ്റ്റോറി ഹാസ് എ ഷോർട്ട് ഹിസ്റ്ററി. ചെറിയൊരു ചരിത്രമേ ഉള്ളൂ ഷോർട്ട് സ്റ്റോറിക്ക് ഇന്ത്യൻ ഇംഗ്ലീഷിൽ. ശോഷി ചന്ദ്ര ദത്ത് റിയാലിറ്റീസ് ഓഫ് ഇന്ത്യൻ ലൈഫ്, സ്റ്റോറീസ് കളക്റ്റഡ് ഫ്രം ദ ക്രിമിനൽ റിപ്പോർട്ട്സ് ഓഫ് ഇന്ത്യ ആൻഡ് ദ ടൈംസ് ഓഫ് യോർ, Tales from Indian History, which was written along with Saurendra Mohan Tagore, appeared in 1885. 1985 രണ്ട് കൃതികളുടെ പേരുകൾ ഓർമ്മിച്ച് വെക്കുക. And are considered the first short story collections to be published in Indian English. അണ്ടർലൈൻ ചെയ്യുക. ആദ്യമായിട്ട് ഇന്ത്യൻ ഇംഗ്ലീഷ് പബ്ലിഷ് ചെയ്ത ചെറുകഥാ സമാഹാരങ്ങളായിട്ട് ഇവയെ കണക്കാക്കപ്പെടുന്നു. ശോഷി ചന്ദ്ര ദത്തിന്റെ പേര് ഓർമ്മിക്കുക. ദത്ത് ഫാമിലി വളരെ പ്രധാനപ്പെട്ട ഒരു പേര്. ദത്ത് ഫാമിലി ഓർമ്മയുണ്ടല്ലോ, തോരു ദത്ത്. അതുപോലെ തന്നെ മറ്റ് ദത്ത് മൈക്കൽ മധുസൂദൻ ദത്ത് പോലുള്ള മറ്റ് ദത്ത് റൈറ്റേഴ്സിൻ്റെ പേരുകൾ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ശോഷി ചന്ദ്ര ദത്ത് അവരിൽ ഒരാളാണ്. റിയാലിറ്റീസ് ഓഫ് ഇന്ത്യൻ ലൈഫ്, സ്റ്റോറീസ് കളക്റ്റഡ് ഫ്രം ദ ക്രിമിനൽ റിപ്പോർട്ട്സ് ഓഫ് ഇന്ത്യ ഒരു കളക്ഷൻ്റെ പേരാണ്. ദ ടൈംസ് ഓഫ് യോർ, ടെയിൽസ് ഫ്രം ഇന്ത്യൻ ഹിസ്റ്ററി മറ്റൊരു കളക്ഷൻ്റെ പേരാണ്. 85 വർഷവും ഓർമ്മിക്കുക. In 1892, Shoshi Chandra Dutt published another collection titled Bengalina, a dish of rice and curry and other indigestible ingredients. അടുത്ത കളക്ഷനാണ്, അതിൻ്റെ പേര് ബംഗാലിന എന്നാണ്. The collection had a few short stories and 2 tales titled The Reminiscences of a Kerani's Life and Shankar, a Tale of Indian Mutiny of 1857. ഈ രണ്ട് കൃതികൾ അദ്ദേഹത്തിൻ്റെ മറ്റ് 2 കൃതികളാണ്. പ്രധാനപ്പെട്ട ഒരുപാട് കോൺട്രിബ്യൂഷൻ അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് പറയാം നമുക്ക്. P.V. രാമസ്വാമി രാജൂസ് കളക്ഷൻസ്, ദ ടെയിൽ ഓഫ് 60 Mandarians 1886, ദി ഇന്ത്യൻ ഫേബിൾസ് 1887, Khetrapal Chakravarti's Sarala and Hingana, Tales Descriptive of Indian Life 1895, and Samuel and Kamala Satyanathan's Stories of Indian Christian Life 1905 were the only published works till the 20th century. 20ാം നൂറ്റാണ്ട് വരെ
അതായത് 1901 വരെ 1905 വരെയുള്ള കാലഘട്ടം ഇവിടെ പറയുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ എന്നാണ് അതിൻ്റെ അർത്ഥം. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ ആകെക്കൂടി പബ്ലിഷ് ചെയ്യപ്പെട്ട ചെറുകഥകൾ ഇത്രയേ ഉള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഇംഗ്ലീഷ് ഭാഷയിലാണ് പറയുന്നത്, ഇന്ത്യൻ ഇംഗ്ലീഷിലാണ് പറയുന്നത്. ഇന്ത്യൻ ഇംഗ്ലീഷിൽ ആകെക്കൂടി ഇത്രയേ ഉള്ളൂ. അതായത് വളരെ ചെറിയ എണ്ണം രചനകളെ ഉണ്ടായിട്ടുള്ളൂ. അറ്റ് ദ ടേൺ ഓഫ് ദ 20th century, 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ, 20-ാം നൂറ്റാണ്ട് ആയതിനു ശേഷം, ആഫ്റ്റർ ദ 20th century, കോർണലിയ സൊറാബ്ജിസ് 4 ഷോർട്ട് സ്റ്റോറി കളക്ഷൻസ് were published. 4 ചെറുകഥാ സമാഹാരങ്ങൾ പബ്ലിഷ് ആകുന്നുണ്ട്. കോർണലിയ സൊറാബ്ജിയുടേതാണവ. Her collections contain mostly stories, character sketches, anecdotes of Hindu and Parsi lives with an underlying agenda of reform. സാമൂഹ്യ പരിഷ്കരണം എന്ന അജണ്ട വെച്ചുകൊണ്ടുള്ള കഥകളാണ് പലതും. ഹിന്ദു പാർസി ജീവിത രീതികൾ, കഥാപാത്രങ്ങളുടെ വിവരണങ്ങൾ, ഇതൊക്കെയാണ്. പിന്നെ വ്യക്തിപരമായ ജീവിതത്തിലെ അനുഭവം, അനക്ഡോട്ട്സ്, വ്യക്തിപരമായ അനുഭവങ്ങൾ, ഇതൊക്കെയാണ് ഈ കഥകളുടെ പരാമർശം. ഏതൊക്കെയാണ് കഥകൾ? ലവ് ആൻഡ് ലൈഫ് ബിഹൈൻഡ് പർദ, സൺ ബേബീസ്, സ്റ്റഡീസ് ഇൻ ദ ചൈൽഡ് ലൈഫ് ഓഫ് ഇന്ത്യ ബിറ്റ്വീൻ ദ ട്വൈലൈറ്റ്സ് ബീയിങ് studies of women by one of themselves, and Indian tales of the great ones among men, women and bird people. ഇതൊക്കെയാണ് അവരുടെ കൃതികൾ. ഹ്യൂമറസ് സ്കെച്ചസ് 1903 by S.S. Bose, Indian folk tales 1908 by S.M. Natesha Shastri, Tales of Bengal and Indian Detective Stories 1911 by S.B. Banerjee, Stories of Bengali Life 1912 by Prabhat Chandra Mukherjee, The Oriental Pearls, Indian Folklore by Shovana Devi, Sacred Tales of India 1916 by Dwijendra Nath, Niyogi and Bengal Dacoits and Tigers 1916, The Beautiful Mughal Princesses 1918, and The Rajput Princesses, Year Unknown by Suniti Devi were some of the major works of the time. Suniti Devi അവരുടെ രചനകളാണ് 3 പറഞ്ഞത്. നിയോഗി തൊട്ടുള്ള 3 രചനകൾ. അതുപോലെ തന്നെ ഓർമ്മിക്കേണ്ടത് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രഭാത് ചന്ദ്ര മുഖർജി ഓർമ്മിക്കുക, ഷൊവോന ദേവി, ദ്വിജേന്ദ്രനാഥ്, S.M. നട്ടേഷ ശാസ്ത്രി, S.B. ബാനർജി, S.S. ബോസ്. ഇത്രയും പേരുടെ പേരുകൾ നിർബന്ധമായി ഓർമ്മിക്കണം. അവരുടെ രചനകളുടെ പേരുകളും നിർബന്ധമായി ഓർമ്മിച്ച് വെക്കുക. പിന്നെ കുറച്ചധികം രചനകൾ എഴുതിയിട്ടുള്ള നമ്മുടെ കോർണലിയ സൊറാബ്ജി ഓർമ്മിക്കുക. 1-2 പേരുകൾ ഓർമ്മിച്ച് വെക്കുക. അവരുടെ കൃതികളുടെ പേര്. 20-ാം നൂറ്റാണ്ടിന് ശേഷമുള്ളവരുടെ പറഞ്ഞത്. ഓക്കെ, 20-ാം നൂറ്റാണ്ടിന് മുമ്പുള്ളവരുടെ അതിന് മുമ്പിലത്തെ പാരഗ്രാഫ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഡ്യൂറിങ് ദ ഗാന്ധിയൻ ഇറ, 20-ാം നൂറ്റാണ്ടിൽ പിന്നെ മുന്നോട്ട് പോകുമ്പോൾ ഗാന്ധിയൻ ഇറയാണല്ലോ ഇന്ത്യയിൽ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലേക്ക് പുതിയൊരു ഏട് തുന്നിച്ചേർത്തുകൊണ്ട് മഹാത്മാഗാന്ധി വരികയാണല്ലോ. ഈ ഗാന്ധിയൻ കാലഘട്ടത്തിലെ there was a notable increase in short story production, primarily led by writers from South India, with the exception of Mulk Raj Anand. One such writer was Shankar Ram, also known by his pen name T.L. Nateshan, who crafted stories portraying rural life in Tamil Nadu. T.L. Nateshan എന്ന തുലികാനാമത്തിൽ ശങ്കർ റാം എന്ന വ്യക്തി എഴുതിയ കഥകൾ, തമിഴ്നാട്ടിലെ കഥകൾ. സൗത്ത് ഇന്ത്യയിൽ നിന്നാണ് കൂടുതൽ എഴുത്തുകാർ ഗാന്ധിയൻ കാലഘട്ടത്തിൽ വന്നതെന്നാണ് പറയുന്നത്. മുൽക്ക് രാജാനന്ദ് ഒഴികെ ബാക്കി എല്ലാവരും സൗത്ത് ഇന്ത്യക്കാരാണ്. These narratives often lacked artistic flourish, leaning towards didacticism and occasionally sentimental tones. അതായത് ഈ രചനകളൊക്കെ തന്നെ കലാപരമായ ഒരു വളർച്ച കാണിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട്, കലാപരമായ മൂല്യത്തെക്കാൾ ഉപരി ഡിഡാക്റ്റിസിസമാണ്. എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാൻ, മൂല്യങ്ങൾ പഠിപ്പിക്കുക. കഥ വായിക്കുമ്പോൾ ആൾക്കാരത് പഠിക്കണം, എന്തെങ്കിലുമൊക്കെ ഗുണപാഠം വേണം. അങ്ങനത്തെ ടൈപ്പ് സ്റ്റോറീസ് ആയിരുന്നു. അല്ലാതെ ചെറുകഥകളുടെ ഒരു ആർട്ടിസ്റ്റിക് വാല്യൂ ഒന്നും അവർ കണക്കിലെടുത്തിരുന്നില്ല. ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ സെൻറ്റിമെൻ്റൽ ടോൺസും ഉണ്ടാവും. ഈ കഥകളിൽ അത്യാവശ്യം സെൻറ്റിമെൻറ്റ്സും ഉണ്ടാവും. ഇതൊക്കെയായിരുന്നു കഥകളുടെ പ്രധാനപ്പെട്ട സ്വഭാവം എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഹിസ് വർക്ക്സ് ഫൗണ്ട് ദെയർ വേ ഇൻ ടു പബ്ലിക്കേഷൻസ് സച്ച് ആസ് ചിൽഡ്രൻ ഓഫ് കാവേരി and Creatures All. Shankar Ram ventured into animal stories as seen in The Raja's Last Hunt. മൃഗങ്ങളെ കുറിച്ചുള്ള കഥകൾ, ആനിമൽ സ്റ്റോറീസ്. അതുപോലെ ചിൽഡ്രൻ ഓഫ് കാവേരി മുതലായ പ്രസിദ്ധീകരണങ്ങളിലും അദ്ദേഹത്തിൻ്റെ കഥകൾ
വെളിച്ചം കണ്ടു. ത്രീ ഷോർട്ട് സ്റ്റോറി കളക്ഷൻസ് വെർ പബ്ലിഷ്ഡ് ബൈ ASP അയ്യർ. 3 കളക്ഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ASP അയ്യർ, കോൾഡ് ഇന്ത്യൻ ആഫ്റ്റർ ഡിന്നർ സ്റ്റോറീസ്, സെൻസ് ഇൻ സെക്സ് ആൻഡ് അതർ സ്റ്റോറീസ്, ദ ഫിംഗർ, ഡെസ്റ്റിനി ആൻഡ് അതർ സ്റ്റോറീസ്. അദ്ദേഹത്തിൻ്റെ കഥകളുടെ പ്രത്യേകത എന്താ? ASP അയ്യർ റിഫോമിസ്റ്റ്, അതായത് പരിഷ്കരണവാദിയാണ്. ഡിഡാക്റ്റിക് ടോൺ, അതായത് എന്തെങ്കിലും പഠിപ്പിക്കുക, ഓർമ്മിക്കണം, ഡിഡാക്റ്റിക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പഠിപ്പിക്കുന്നതിനെ കുറിച്ചാണ്. അതായത് ഫ്രാൻസിസ് ബേക്കണിൻ്റെ എസ്സേസിനെ കുറിച്ച് പറയുന്നത് ദേ ആർ ഡിഡാക്റ്റിക് ഇൻ നേച്ചർ. അവ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ആ എസ്സേസിലൂടെ പഠിപ്പിക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ മൂല്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ സിദ്ധാന്തങ്ങൾ, അറിവുകൾ പകർന്നു നൽകുക. അതാണ് ഡിഡാക്റ്റിക്. ആൻഡ് അനെക്ഡോട്ടൽ, പേഴ്സണൽ എക്സ്പീരിയൻസിനെയാണ് അനെക്ഡോട്ട് എന്ന് പറയുന്നത്. The plight of women was the major theme around which his stories revolved. സ്ത്രീകളുടെ ദയനീയാവസ്ഥ, പ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദയനീയമായ അവസ്ഥയാണ്, സഫറിംഗ് ആണ്. ആ പ്ലൈറ്റിനെയാണ് അദ്ദേഹത്തിൻ്റെ കഥകൾ കൂടുതലും കാണിച്ചത്. സ്ത്രീകളുടെ ദുരവസ്ഥയാണ് പ്ലൈറ്റ് എന്നത് ദുരവസ്ഥയാണ്. സ്ത്രീകളുടെ ദുരവസ്ഥയായിരുന്നു അദ്ദേഹത്തിൻ്റെ കഥകളുടെ പ്രധാന വിഷയം. SK Chettur, an Indian civil servant, published collections like Muffled Drum and Other Stories, The Cobras of Dhermashevi and Other Stories, The Spell of Aphrodite and Other Stories, and Mango Seed and Other Stories. These are all the works of SK Chettur, ഒരു ഇന്ത്യൻ സിവിൽ സർവൻ്റ് ആയിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ഹിസ് സ്റ്റോറീസ് റിവോൾവ് അറൗണ്ട് മേർഡേഴ്സ്, ലെജൻഡ്സ്, മിത്സ് ആൻഡ് വില്ലേജ് ഫ്യൂഡ്സ്. പകകൾ, വില്ലേജ് പകകളെക്കുറിച്ച്, മനുഷ്യർ തമ്മിലുള്ള പക, ഗ്രാമീണർ തമ്മിലുള്ള പക, ഗ്രാമങ്ങൾ തമ്മിലുള്ള പക, പിന്നെ ഐതിഹ്യങ്ങൾ, ലെജൻഡ്സ്, മേർഡേഴ്സ്, കൊലപാതകങ്ങൾ, ഇവയൊക്കെ മിത്തും ഐതിഹ്യം, പുരാണം, ഇതൊക്കെ ഇടകലർന്ന കഥകളായിരുന്നു അദ്ദേഹത്തിൻ്റെത്. He used epistolary, autobiographical and observer narrator techniques to narrate stories. തൻ്റെ കഥകൾ പറയുന്നതിനോട് എപ്പിസ്റ്റലറി ശൈലിയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. എന്താണ് എപ്പിസ്റ്റലറി ശൈലി എന്ന് പറഞ്ഞാൽ? എപ്പിസ്റ്റലറി ഫിക്ഷൻ മീൻസ് ഫിക്ഷൻ ദാറ്റ് ഈസ് റിട്ടൺ ഇൻ ദ ഫോം ഓഫ് ലെറ്റേഴ്സ്. കത്തെഴുതുന്ന പോലെ നോവൽ എഴുതുക, കഥകൾ എഴുതുക, അതിനെയാണ് എപ്പിസ്റ്റലറി എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്ത് വെക്കുക, അറിയാത്ത വാക്കാണെങ്കിൽ എഴുതി വെക്കുക. ഓട്ടോബയോഗ്രഫിക്കലാണ്, ആത്മകഥാംശമുള്ളവയാണ്. ഒബ്സർവർ നറേറ്റർ, ഒരാൾ സംഭവങ്ങളെ നോക്കി നിന്ന് അതിനെ ആഖ്യാനം ചെയ്യുന്ന പോലെ, വിവരിക്കുന്ന പോലെയുള്ള കഥാരചന ശൈലിയാണ് അദ്ദേഹത്തിൻ്റെത്. KS Venkateramani's preface to Jadadharan 1937 is didactic and Gandhian in tone. K. Nagarajan's Cold Rise is anecdotal sometimes and uses the narrative style of a court case as he was a government pleader. അപ്പോൾ മറ്റ് 2 എഴുത്തുകാരെ ഇവിടെ പറയുന്നത്, വെങ്കടരമണീസ് പ്രിഫേഴ്സ് ടു ജഡാധരൻ ഒരു ഡിഡാക്റ്റിക് ആണ്, പഠിപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ മൂല്യങ്ങളെ പകർന്നു കൊടുക്കുന്ന തരത്തിലുള്ള കൃതിയാണ്. ഗാന്ധിയനാണ് അതിൻ്റെ സ്വഭാവം. K. നാഗരാജൻ്റെ കൃതിയാകട്ടെ, കോൾഡ് റൈസ് എന്ന കൃതിയാകട്ടെ, അനക്ഡോട്ടൽ, പേഴ്സണൽ എക്സ്പീരിയൻസ് നറേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നറേറ്റീവ് സ്റ്റൈൽ ഓഫ് എ കോർട്ട് കേസ്, ഒരു കോടതി കേസിൻ്റെ രീതിയിലാണ് ആ കൃതി മുന്നോട്ട് പോകുന്നത്. കാരണം അദ്ദേഹം ഒരു പബ്ലിക് പ്ലീഡറായിരുന്നു, വക്കീലായിരുന്നു. അപ്പോൾ പൊതുവിൽ നമുക്ക് കാണാം വ്യത്യസ്ത ശൈലികൾ ഈ എഴുത്തുകാർ ഉപയോഗിക്കുന്നു എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഈ ശൈലികളെക്കുറിച്ച് പറയുന്നതിനാണ് ഇതൊക്കെ നമ്മൾ പറയുന്നത്. ഈ ഉദാഹരണങ്ങളും അവരുടെ പേരുകളും ചില കാലഘട്ടത്തിൻ്റെയും തീംസിൻ്റെയും ഒക്കെ പ്രതിനിധികളാണ്. അപ്പോൾ അവയെ നിങ്ങളൊന്ന് ഓർത്തു വെക്കണം എന്നുള്ളത് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. മഞ്ചേരി ഈശ്വരൻ used the prefaces of his story collections to discuss the theory of short stories. Underline, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. അതെന്താണ്? മഞ്ചേരി ഈശ്വരൻ എന്ന എഴുത്തുകാരൻ തൻ്റെ ആമുഖങ്ങളെ ചെറുകഥകൾ എഴുതുന്നതിൻ്റെ സൈദ്ധാന്തിക വശം ചർച്ച ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അത് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. കാരണം ചെറുകഥകൾ എന്ന് പറയുന്നത് ശരിക്കും നല്ലൊരു ആർട്ട് ഫോമാണ് സംഭവം. ഇത് നമ്മൾ ശരിക്കും ഒരു വിഷയമായി പഠിക്കുന്ന ഒരു പേപ്പറിൻ്റെ ഭാഗമായി ഇവിടെ പഠിക്കുമെങ്കിലും ചെറുകഥകൾ തന്നെ അതിൻ്റേതായ നിലയിൽ നിലകൊള്ളാൻ യോഗ്യതയുള്ള ഒരു ആർട്ട് ഫോമാണ്. ഓക്കെ, ജസ്റ്റ് ലൈക്ക് നോവൽസ്, ജസ്റ്റ് ലൈക്ക് പോയട്രി. ചെറുകഥകൾ നമ്മൾ അതിൻ്റെ ഭാഗമായി പൊതുവിൽ പഠിക്കുന്നു ഇവിടെയെങ്കിലും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിലും ചെറുകഥകൾക്ക് ശരിക്കും വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. നോവലുകൾ പോലെ തന്നെയാണ് അവ. ചെറുകഥകളെ സംബന്ധിച്ച് അവയിലെ കഥാപരമായ പ്രത്യേകതകൾ, എന്ത് വിഷയമാണ് കഥയിൽ ഉന്നയിക്കുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെ ക്യാരക്ടേഴ്സ്, ഏതൊക്കെ ടൈപ്പ് ക്യാരക്ടേഴ്സ് അതിൽ വരുന്ന തീംസ് എന്തൊക്കെയാണ്, ഇതൊക്കെ കൂടാതെ തന്നെ അതിൻ്റെ എഴുത്തിൻ്റെ ശൈലിയും നമ്മൾ വിശകലനം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ചില എഴുത്തുകാരെങ്കിലും അതിൻ്റെ ആമുഖങ്ങളിൽ തൻ്റെ എഴുത്തിൻ്റെ ശൈലിയെക്കുറിച്ച് വിവരിക്കാറുണ്ട്.
അതിലൊരു ഉദാഹരണമാണ് ഇവിടെ മഞ്ചേരി ഈശ്വരനെ. അത് പ്രത്യേകിച്ച് ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ കാലഘട്ടത്തിലാണെന്നുള്ളത്, ഇന്ത്യയിലാണെന്നുള്ളത്, ഇന്ത്യൻ ഇംഗ്ലീഷിലാണെന്നുള്ളത് പ്രത്യേക പരാമർശം അർഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കളക്ഷൻസിലേക്ക് പോയി കഴിഞ്ഞാൽ നേക്കഡ് ഷിംഗിൾസ്, ശിവരാത്രി, ആംഗ്രി ഡസ്റ്റ്, റിക്ഷാവല, ഫാൻസി ടെയിൽസ്, നോ ആങ്ക്ലെറ്റ് ബെൽസ് ഫോർ ഹർ, ഇമേർഷൻ, പെയിൻറ്റിംഗ് ടൈഗേഴ്സ് ആൻഡ് മദ്രാസ് അഡ്മിറൽ, ഇവയൊക്കെ ഓർമ്മിച്ച് വെക്കുക. അദ്ദേഹത്തിൻ്റെ കഥകളുടെ പ്രത്യേകത, സം ഓഫ് ഹിസ് സ്റ്റോറീസ് ആർ അനക്ഡോട്ടൽ ആൻഡ് അറ്റ് ടൈം സെൻറ്റിമെൻ്റൽ. വ്യക്തിപര അനുഭവങ്ങളുണ്ട്, സെൻറ്റിമെൻ്റലാണ്, വൈകാരികമാണ്. സൂപ്പർ നാച്ചുറൽ ആൻഡ് ഫാൻറ്റസി ആർ ഓൾസോ തീംസ് ഇൻ ഹിസ് സ്റ്റോറീസ്. അതീന്ദ്രിയ ശക്തികളെക്കുറിച്ചുള്ള കഥകൾ, ഫാൻറ്റസി, അതൊക്കെ അദ്ദേഹത്തിൻ്റെ കഥകളുടെ വിഷയങ്ങളായിരുന്നു. അദ്ദേഹം ലെറ്റേഴ്സ്, ജേർണൽസ് ആൻഡ് ഒബ്സർവേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ ആസ് എ നറേറ്റീവ് ടെക്നിക്ക്, ഇതൊക്കെ അദ്ദേഹം കഥ പറയുന്ന സങ്കേതങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ട്. ലെറ്റേഴ്സിൻ്റെ രൂപത്തിൽ എപ്പിസ്ലറി, അതുപോലെ തന്നെ ജേർണൽസ്, ഡയറി റൈറ്റിംഗ് പോലെ കഥകൾ പറയുക. ഒബ്സർവേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ, കാഴ്ചക്കാരൻ്റെ കാഴ്ചയിലൂടെ, കണ്ണിലൂടെ കഥ പറയുന്ന രീതി, ഇതൊക്കെ അത് ഉപയോഗിച്ചിട്ടുണ്ട്. മുൽക്ക് രാജ്, ആനന്ദ് രാജ റാവു ആൻഡ് ആർ കെ നാരായൺ entered the scene with their prolific writings. പിന്നെയാണ് നമ്മുടെ ഹീറോസ് വരുന്നത്, അതായത് നമ്മുടെ ട്രയോ വരുന്നത്, അല്ലേ? ഓർമ്മയില്ലേ ട്രയോ? പ്രീവിയസ് വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ, ഹൂ വെർ ദ ട്രയോ ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗ് ഡ്യൂറിംഗ് ദ പ്രീ ഇൻഡിപെൻഡൻസ് ഇറ. ചോദ്യം, ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഉത്തരം മുൽക്ക് രാജ്, ആനന്ദ് രാജ റാവു ആൻഡ് ആർ കെ നാരായൺ. ഇവർ ചെറുകഥയിലുമുണ്ട് ഇവരുടെ കോൺട്രിബ്യൂഷൻസ്. Mulk Rajanand published collections of short stories which include The Lost Child and Other Stories, The Barber's Trade Union and Other Stories, Indian Fairy Tales, The Tractor and the Corn, Goddess and Other Stories, Reflections on the Golden Bed and Other Stories, The Power of Darkness and Other Stories, More Indian Tales, Lajwanti and Other Stories, Between Tears and Laughter. ഇവയൊക്കെ അദ്ദേഹത്തിൻ്റെ ചെറുകഥാ സമാഹാരങ്ങളാണ്. മുൽക്ക് രാജ് ആനന്ദിനെ കുറിച്ച് നമുക്കറിയാം, അദ്ദേഹം അൺടച്ചബിൾ എഴുതിയ എഴുത്തുകാരനാണ്. സോഷ്യൽ റിയലിസം അദ്ദേഹത്തിൻ്റെ കഥകളുടെ പ്രത്യേകതയാണ്. ഹി എംപ്ലോയ്സ് എ റിയലിസ്റ്റിക് ടോൺ ഇൻ സം ഓഫ് ഹിസ് ഷോർട്ട് സ്റ്റോറീസ്. യാഥാർത്ഥ്യവാദം, റിയലിസം ഉപയോഗിക്കുന്നുണ്ട്. ഹിസ് അവയർനെസ് ഓഫ് ദി എമർജിംഗ് മോഡേൺ ഇന്ത്യ ഈസ് വിസിബിൾ ഇൻ സം ഓഫ് ഹിസ് സ്റ്റോറീസ്. അദ്ദേഹത്തിൻ്റെ ഇന്ത്യയുടെ, ഉയർന്നു വരുന്ന ഇന്ത്യയുടെ ഒരു ചിത്രം അദ്ദേഹത്തിൻ്റെ കഥകളിൽ കാണാൻ സാധിക്കും. വിച്ച് പ്രസന്റ് കോംപ്ലക്സ് സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് അവയർനെസ്. സങ്കീർണമായ സാമൂഹിക വിഷയങ്ങളെക്കുറിച്ചും അവയെക്കുറിച്ചുള്ള ബോധവാന്മാരാകേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെ അദ്ദേഹത്തിൻ്റെ കഥകളിൽ കാണാം. ഹി റോട്ട് സ്റ്റോറീസ് അബൌട്ട് ബോത്ത് വില്ലേജസ് ആൻഡ് സിറ്റീസ്. ഗ്രാമങ്ങളെക്കുറിച്ചും നഗരങ്ങളെക്കുറിച്ചും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹി ഡ്രൂ ഇൻസ്പിറേഷൻ ഫ്രം പാരബിൾസ്, ഫേബിൾസ് ആൻഡ് ഫോക്ക് ടെയിൽസ്. നാടൻ കഥകൾ, നാടോടിക്കഥകൾ, മുത്തശ്ശി കഥകൾ, ഗുണപാഠ കഥകൾ, അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഇൻസ്പിറേഷനായി പ്രവർത്തിച്ചിട്ടുണ്ട്. സം ഓഫ് ഹിസ് സ്റ്റോറീസ് ഹാഡ് സറ്റാറിക്കൽ ആൻഡ് ലിറിക്കൽ ക്വാളിറ്റീസ്. ചില കഥകൾക്ക് ആക്ഷേപഹാസ്യ സ്വഭാവം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ലിറിക്കൽ ക്വാളിറ്റിയും ഉണ്ടായിരുന്നു. അതായത് സംഗീതാത്മകമായ ഒരു നല്ല ഗദ്യശൈലി അദ്ദേഹത്തിനുണ്ടായിരുന്നു. രാജാ റാവ്, കാന്തപുര എന്ന നോവൽ എഴുതിയ രാജാ റാവ് published The Cow of the Barricades and Other Stories, The Policeman and the Rose. The latter is a revised version of the former and has 3 new stories in it. ഫസ്റ്റ് കഥയുടെ തന്നെ പരിഷ്കരിച്ച രൂപമായിരുന്നു The Policeman and the Rose. Cow of Barricades and Other Stories ആണ് ആദ്യത്തെ സ്റ്റോറി എന്ന് പറയാം, അദ്ദേഹത്തിൻ്റെ ഷോർട്ട് സ്റ്റോറി കളക്ഷൻ എന്ന് പറയാം. ഇതിൽ രണ്ടാമത് വന്നത്, ഇതിൻ്റെ പരിഷ്കരിച്ച ഫോം 1978 വരുന്നു The Policeman and the Rose. അതിൽ 3 പുതിയ സ്റ്റോറീസ് കൂടി ആഡ് ചെയ്തിരുന്നു. ഹിസ് സ്റ്റോറീസ്, ഇന്ത്യ, എ ഫേബിൾ ആൻഡ് ദ പോലീസ്മാൻ ആൻഡ് ദ റോസ്. ഇന്ത്യ, എ ഫേബിൾ, അതുപോലെ തന്നെ ആൻഡ് ദ പോലീസ്മാൻ ആൻഡ് ദ റോസ് ഹാവ് എ മെറ്റാഫിസിക്കൽ നെറേറ്റീവ്. ഒരു മെറ്റാഫിസിക്കൽ നെറേറ്റീവാണ് അതിലുള്ളത്, അതായത് അഭൗമികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള പരാമർശമാണ്. അതിപ്പം ഫിലോസഫിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. In some of his stories he retells ancient legends while others are like anecdotes. ചില കഥകളിൽ പുരാണ കഥകൾ ഉണ്ടാവും, പൗരാണികമായ കാര്യങ്ങളായിരിക്കും. ചില കഥകളിൽ വ്യക്തിപരമായ അനുഭവങ്ങളായിരിക്കും അത് ഉൾപ്പെടുത്തുക. ഹി യൂസ് റിയലിസ്റ്റ് പ്ലോട്ട്സ് ഇൻ സം ഓഫ് ഹിസ് സ്റ്റോറീസ്. റിയലിസം അദ്ദേഹത്തിൻ്റെ കഥകളുടെ ഒരു പ്രത്യേകതയായിരുന്നു എന്ന് പറയാം. ആർ കെ നാരായൺ നെക്സ്റ്റ് published Dodu and Other Stories, Cyclone and Other Stories, Malgudi Days, An Astrologer's Day and Other Stories, Lowly Road and Other Stories, A Horse and 2 Goats, and Gods, Demons and Others. ഇവയൊക്കെ അദ്ദേഹത്തിൻ്റെ ചെറുകഥ സമാഹാരങ്ങളാണ്. ഇവയുടെ ഡേറ്റ്, ഇയർ നോക്കിയാൽ മനസ്സിലാവും.
പ്രീ ഇൻഡിപെൻഡൻസും ഉണ്ട്, പോസ്റ്റ് ഇൻഡിപെൻഡൻസും ഉണ്ട്. സ്വാതന്ത്ര്യത്തിന് മുൻപും സ്വാതന്ത്ര്യത്തിന് ശേഷവും എഴുതിയ ഒരു എഴുത്തുകാരൻ R.K. നാരായൺ. മുൽക്ക് രാജിനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹവും പ്രീ ഇൻഡിപെൻഡൻസ്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് അദ്ദേഹത്തിൻ്റെയും കാണാൻ സാധിക്കും. ഇവരൊക്കെ സ്വാതന്ത്ര്യത്തിന് മുൻപും അതിനുശേഷവും ആക്റ്റീവായിരുന്ന എഴുത്തുകാരാണ്. Narayan employs subtle irony in his storytelling to reveal the character's psychology. And in some cases, he uses humor, തമാശ ഉപയോഗിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ മാനസികാവസ്ഥ, ഒരു കഥാപാത്രത്തിൻ്റെ സൈക്കോളജി വ്യക്തമാക്കുന്ന രീതിയിലുള്ള കഥാരചനാ ശൈലി, ഐറണിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം എഴുതുമായിരുന്നു. His stories are compact and sometimes use epistolary narrative style. വളരെ സങ്കീർണമായ കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, കത്തുകളുടെ രൂപത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. We could identify a thematic interconnection between his stories. പല കഥകളും തമ്മിൽ ആശയപരമായി കണക്ഷൻ ഉണ്ട് അദ്ദേഹത്തിൻ്റെ കഥകൾ. പല കഥകളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ ലാംഗ്വേജിൽ പറഞ്ഞാൽ ഒരു R.K. നാരായൺ യൂണിവേഴ്സാണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു വെച്ചത്. നമ്മൾ പറയാറില്ലേ MCU LCU എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ടല്ലോ. അതുപോലെ ഇപ്പോഴത്തെ ഈ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മൾ പറയുന്ന പോലെ, അല്ലെങ്കിൽ DC സിനിമാറ്റിക് യൂണിവേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ R.K. നാരായണൻ്റെ യൂണിവേഴ്സ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ നടക്കുന്നത് മാൽഗുഡി എന്ന ഒരു സാങ്കല്പിക പട്ടണത്തിലാണ്, പ്രദേശത്തിലാണ്. അപ്പോൾ അവിടെ നമുക്ക് തീർച്ചയായിട്ടും സമാനത അല്ലെങ്കിൽ കണക്ഷൻസ് കാണാം. പിന്നെ പല കഥകളുടെയും തീമും അവ നടക്കുന്ന സമയവും ചില കഥാപാത്രങ്ങളെയൊക്കെ നമ്മൾ എവിടെയൊക്കെയോ വീണ്ടും കാണുന്ന പോലെയൊക്കെ നമുക്ക് തോന്നിയേക്കാം. അദ്ദേഹത്തിൻ്റെ രചനയുടെ ഒരു മികവ് തന്നെയാണത്. We could identify a thematic interconnection between his stories. For example, the regal father's help and a hero have boyhood exploits as a common thread, while horoscope motive is the thread that links the white flower and the bachelor of arts. ചില കഥാതന്തുക്കൾ കോമൺ ആയത് ഉപയോഗിക്കാറുണ്ട്. റീഗൽ, അതുപോലെ തന്നെ ദ റീഗൽ, അതുപോലെ ഫാദേഴ്സ് ഹെൽപ്പ് ആൻഡ് എ ഹീറോ, ഈ കഥകളിൽ ബോയ്ഹുഡ് എക്സ്പ്ലോയിറ്റ്സ് ആണ്, കുട്ടിക്കാലത്തെ അഡ്വഞ്ചേഴ്സാണ് വിഷയമെങ്കിൽ വൈറ്റ് ഫ്ലവർ, അതുപോലെ തന്നെ ദ ബാച്ചുലർ ഓഫ് ആർട്സ് എന്നീ കഥകളിൽ ഹോറോസ്കോപ്പാണ്, ജാതകവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന വിഷയം. ഇങ്ങനെ സമാന വിഷയങ്ങൾ പലപ്പോഴും പ്രത്യക്ഷപ്പെടുന്ന കാണാം. Short story writer A. Abbas's collection of short stories include Rise and Other Stories, Cages of Freedom and Other Stories, 1000 Nights on a Bed of Stone and Other Stories, and Black Sun and Other Stories. Stories are influenced by his militant leftist ideology. A. അബ്ബാസിൻ്റെ കഥകൾ, അദ്ദേഹത്തിൻ്റെ കഥകളുടെ പേരുകൾ ജസ്റ്റ് ഓർമ്മിച്ച് നോക്കുക. തീവ്ര ഇടതുപക്ഷ ആശയങ്ങൾ അദ്ദേഹത്തിൻ്റെ കഥകളെ സ്വാധീനിച്ചിരുന്നു. ടെയിൽസ് ഓഫ് ബംഗാൾ ബൈ സീത ചാറ്റർജി. ഇനി ചില പൊതുവായിട്ട് എഴുതിക്കൊണ്ടിരുന്ന, പിന്നീട് 20ാം നൂറ്റാണ്ടിൻ്റെ കുറച്ച് വൈകിയ വേളയിൽ എന്ന് പറയാം, അല്ലെങ്കിൽ പകുതിയോട് ചേർന്ന് എന്ന് പറയാം, ചെറുകഥകൾ പബ്ലിഷ് ചെയ്ത കുറച്ച് പേരുടെ പേരുകൾ നമ്മളങ്ങോട്ട് പറയുകയാണ്. പ്രത്യേകിച്ച് ഈ R.K. നാരായണും മുൽക്ക് രാജും അതുപോലെ തന്നെ രാജാറാവൊക്കെ എഴുതുന്ന സമയത്ത് തന്നെ എഴുതിക്കൊണ്ടിരുന്ന കുറച്ച് പേരുടെ പേരുകൾ, അവരുടെ കൃതികളുടെ പേരുകൾ ജസ്റ്റ് ഒന്ന് ഈ പാരഗ്രാഫിൽ പറയുകയാണ്, പറഞ്ഞങ്ങ് പോവുകയാണ്. ഓർമ്മിച്ച് നോക്കാൻ പറ്റുന്ന 1-2 പേരുകൾ നിങ്ങൾ ഓർത്തു വെക്കുമല്ലോ. ടെയിൽസ് ഓഫ് ബംഗാൾ ബൈ സീത ചാറ്റർജി, ഹീരമ്മ ആൻഡ് വെങ്കടസ്വാമി, ഓർ ഫോക്ക് ടെയിൽസ് ഫ്രം ഇന്ത്യ ബൈ M.V. Venkadaswamy, Wit and Wisdom of India, collection of folk tales by Shyam Shankar, Indian Tales by Padmanabha Iyer, The Desecrated Bones and Other Stories by Muhammad Habib, Awakening by M.P. Sharma, Victory of Faith and Other Stories by Ramabai Trikanad, The Man in the Red Tie and Other Stories by A.V. Rao, Tales of Kerala by T.K. Venugopal, and 3 stories by Humayun Kabir are some of the short stories of the time. സമകാലികരായ എഴുത്തുകാരുടെ, അക്കാലത്തെ സമകാലികരാണ്, ഇന്നത്തെ അല്ല, അക്കാലത്തെ സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള എഴുത്തുകാരുടെ കുറച്ച് പേരുകളും അവരുടെ കൃതികളുടെ പേരുകളുമാണ് ഇവിടെ എഴുതിയത്. പഠിച്ചു വെക്കാൻ സാധിക്കുന്നത് പഠിക്കുക അതിൽ. ഓക്കെ, വിമൻ ഷോർട്ട് സ്റ്റോറി റൈറ്റേഴ്സ് ആണ് അടുത്തത്. സ്കോളേഴ്സ് ലൈക്ക് M.K. Naik consider Kamala Sachidanandan's a story of Christian life. Kamala Satyanathan, A Story of Christian Life, 1898, to be the first Indian English short story collection by a woman writer.
ആദ്യമായി ഒരു സ്ത്രീ എഴുത്തുകാരി എഴുതിയ ഷോർട്ട് സ്റ്റോറി കളക്ഷൻ എന്ന പേരിൽ ഈ പുസ്തകമാണ് പരിഗണിക്കുന്ന MK നായിക്കിനെ പോലുള്ള തിയറിസ്റ്റുകൾ, ഹിസ്റ്റോറിയൻസ്. ആദ്യത്തെ സ്ത്രീ എഴുത്തുകാരിയുടെ, ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ എഴുത്തുകാരിയുടെ പുസ്തകം എന്ന രീതിയിൽ, പ്രത്യേകിച്ച് ചെറുകഥകളിൽ. But scholars like Susi Tharu and K. Lalita consider Cornelia Sorabji the first woman to write stories in Indian English because of a significant corpus of published works and because Kamala Satyanathan's collection was co-authored with her husband. അപ്പോൾ കമല സത്യനാഥൻ്റെ കൃതി തൻ്റെ ഹസ്ബൻഡുമായിട്ട് ഒരുമിച്ച് എഴുതിയതാണ്. എന്നാൽ അതേസമയം കോർണേലിയ സൊറാബ്ജി സ്വന്തമായിട്ട് എഴുതിയതാണ്. അപ്പോൾ അതുകൊണ്ട് കോർണേലിയ സൊറാബ്ജിയാണ് സുഹി തരുവിനെ പോലെ, കെ ലളിതയെ പോലെയും ഒക്കെയുള്ളവർ പണ്ഡിതന്മാർ ആദ്യത്തെ സ്ത്രീ എഴുത്തുകാരായിട്ട് കാണുന്നത്. കോർണേലിയ സൊറാബ്ജിയുടെ കൃതികളെക്കുറിച്ച് തൊട്ടതായിട്ടുള്ള പാരഗ്രാഫ് പറയുന്നുണ്ട്. പേരുകളൊന്ന് ഒന്ന് നോക്കുക. ഷീ റോട്ട് ലവ് ആൻഡ് ലൈഫ്, ബിഹൈൻഡ് ദ പർദ, നമ്മൾ നേരത്തെ വായിച്ചല്ലോ, സൺ ബേബീസ്, ഇതൊക്കെ, etc. Her collections contain many stories, character sketches and anecdotes of Hindu and Parsi lives with underlying agenda. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇനി അടുത്തത് സുനീതി ദേവിയുടെ കൃതികളും മറ്റ് പ്രധാനപ്പെട്ട പരിഗണന അർഹിക്കുന്ന കൃതികൾ തന്നെയാണ്. ഷൊവാന ദേവിയുടെ ഓറിയൻ്റൽ പേൾസ് എന്നുള്ള കൃതി ഓർമ്മിക്കുക. അതുപോലെ തന്നെ അടുത്ത പാരഗ്രാഫിലേക്ക് പോവുകയാണ്. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഷോർട്ട് സ്റ്റോറി കളക്ഷൻസ്. ഇൻഡിപെൻഡൻസിന് ശേഷം സ്ത്രീകൾ എഴുതുന്ന കൃതികൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നുണ്ട്. ഇൻഡിപെൻഡൻസിന് ശേഷം, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസിൻ്റെ കാലഘട്ടത്തിൽ. എ ചൈൽഡ് ഇസ് ബോൺ ആൻഡ് അതർ സ്റ്റോറീസ് ബൈ ഇല സെൻ, ഷാഡോസ് ഇൻ ദ വാൾ ബൈ കൃഷ്ണ നെഹ്റു, ഫീനിക്സ് ഗ്ലാഡ് ആൻഡ് അതർ സ്റ്റോറീസ് ബൈ അറ്റിയ ഹുസൈൻ, പബ്ലിഷ് ഡ്യൂറിങ് ദിസ് ടൈം. അപ്പോൾ ഈ അനിത ഹുസൈൻ എന്നാണ് അവരുടെ പേര്, അറ്റിയ എന്നല്ല, അനിത ഹുസൈൻ. അപ്പോൾ നേരത്തെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആവാം. അപ്പോൾ ഇവിടെ ഈ പറയുന്ന കൃതികളൊക്കെ തന്നെ ഏകദേശം സ്വാതന്ത്ര്യത്തിൻ്റെ സമയത്ത് പബ്ലിഷ് ചെയ്യപ്പെടുന്നവയാണ്. ഹർ സ്റ്റോറീസ് ഡെൽറ്റ് വിത്ത് ദ ട്രോമ ഓഫ് ദ പാർട്ടീഷൻ. വിഭജനത്തിൻ്റെ ഭീകരമായ അവസ്ഥയാണ് ഹുസൈൻ്റെ കൃതികളിൽ കാണുന്നത്. ദ നെക്സ്റ്റ് ഷോർട്ട് സ്റ്റോറി കളക്ഷൻ ബൈ എ വുമൺ കെയിം ഔട്ട് ഇൻ 1960, ടൈറ്റിൽ ദി അൺനോൺ ലവർ ആൻഡ് അതർ സ്റ്റോറീസ് ബൈ ഉഷ ജോൺ. 1960 പിന്നീട് ഒരു സ്ത്രീയുടെ ഷോർട്ട് സ്റ്റോറി കളക്ഷൻ വരുന്നതെന്നാണ് പറയുന്നത്. 48-53 ഈ അനിത ഹുസൈൻ്റെ വന്നതിന് ശേഷം പിന്നെ വരുന്ന 60 ദി അൺനോൺ ലവർ ആൻഡ് അതർ സ്റ്റോറീസ് ആണ്. ഉഷ ജോൺ ആണ് എഴുതിയിരിക്കുന്നത്. റൂത്ത് പ്രാവർ ജാബ്വാല സ്റ്റോറീസ് ഇൻ ഹർ കളക്ഷൻസ് ലൈക്ക് ബേർഡ്സ് ലൈക്ക് ഫിഷ് ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ഇന്ത്യ, എ സ്ട്രോങ്ങർ ക്ലൈമറ്റ് ആൻഡ് ഹൗ ഐ ബിക്കം എ ഹോളി മദർ have similarities with her novels. നോവലുകളുമായി സമാനതയുള്ള ഇത്തരം കളക്ഷൻസ് ആണ് അവൾ എഴുതിയ. റൂത്ത് പ്രവാർ ജാബ്വാല ഓർമ്മിക്കുക, അവരുടെ പേര് അണ്ടർലൈൻ ചെയ്യുക, പ്രധാനപ്പെട്ട എഴുത്തുകാരിയാണ്. കോംപ്ലക്സ് ഹ്യൂമൻ റിലേഷൻഷിപ്സ് ആർ എ മേജർ തീം ദാറ്റ് ഷീ എക്സ്പ്ലോർസ് ഇൻ ദ സ്റ്റോറീസ് ലൈക്ക് ദി ഓൾഡ് ലേഡി, എ ലോസ് ഓഫ് ഫെയ്ത്ത്, ദ സിക്സ് ചൈൽഡ്. മനുഷ്യബന്ധങ്ങളാണ് അവർ അന്വേഷിക്കുന്നത് അവരുടെ കൃതികളുടെ പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. She brings in a spectrum of characters from adolescents to middle-aged females. The experience of Westerners in India were explored in some of her stories, like a stronger climate, sufferers, passion, and a spiritual call. വിദേശികളുടെ, വെസ്റ്റേണേഴ്സിൻ്റെ, പാശ്ചാത്യരുടെ ഇന്ത്യയിലെ അനുഭവങ്ങളും അവരുടെ കഥകളിൽ വന്നിട്ടുണ്ട്. സച്ച് ആസ് ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് വായിച്ച 3 കൃതികൾ. അടുത്ത പാസേജിലേക്ക് പോവുകയാണെങ്കിൽ അനിത ദേശായിയുടെ കൃതി ഗെയിംസ് അറ്റ് ട്വൈലൈറ്റ് ആൻഡ് അതർ സ്റ്റോറീസ് വിത്ത് her inner thoughts. It deals with the inner thoughts and turmoils of the characters who are children, artists, women and introverts. ആ കഥാപാത്രങ്ങൾ, അവളുടെ പ്രധാനപ്പെട്ട നിരവധി കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥയിലൂടെ ഈ കൃതി കടന്നു പോകുന്നത്. അതിലെ കഥാപാത്രങ്ങൾ ചില ഇൻട്രോവേർട്സ് ഉണ്ട്, ചില വിമനുണ്ട്, സ്ത്രീകളുണ്ട്, കലാകാരന്മാരുണ്ട്, കുട്ടികളുണ്ട്. ഷാഡോസ് ഓൺ ദ വാൾ 1948 by Krishna Hathi Singh has stories about women prisoners. Phoenix Flood and Other Stories is about women from North India. The Lotus Leaves and Other Stories by Jai Nimkar presents a realistic portrayal of middle-class Maharashtrian people and their lives. മഹാരാഷ്ട്രയിലെ ജയ നിംകറിൻ്റെ കൃതിയിലെ ലോട്ടസ് ലീവ്സിലെ ആൻഡ് അതർ സ്റ്റോറീസ് എന്ന കൃതിയിൽ മഹാരാഷ്ട്രയിലെ ജനജീവിതമാണ് കാണിക്കുന്നത്. ദ ഹൗസ് ഇൻ ദ ഹിൽസ് ആൻഡ് അതർ സ്റ്റോറീസ് ബൈ സുജാത ബാല presents different characters and their complexities. കഥാപാത്രങ്ങളുടെ സങ്കീർണത. The Nude by Negris Dalai is about well-structured stories with melodrama and surprise endings.
സർപ്രൈസിങ് എൻഡിങ്സ് ഒക്കെയുള്ള സർപ്രൈസ് എൻഡിങ്സ് ഉള്ള അപ്രതീക്ഷിതമായ അവസാനങ്ങളുടെ കഥയാണ് ദ ന്യൂഡ് എന്ന കഥ. കമലാദാസ് കളക്ഷൻ ഓഫ് സ്റ്റോറീസ് ഇൻ എ ഡോൾ ഫോർ ദ ചൈൽഡ് പ്രോസ്റ്റിറ്റ്യൂട്ട് എക്സ്പ്ലോസ് സെക്സ് എസ് എ തീം. കമലാദാസിൻ്റെ ഈ ഒരു സമാഹാരത്തിൽ സെക്സ് ആണ് പ്രധാനപ്പെട്ട തീം. ഷോർട്ട് സ്റ്റോറീസ് ബൈ Perin C. Mehta, Garland of Stories by Rajkumari Singh, The Unknown Lover and Other Stories, Ur's Song and Dream and Other Short Stories, and The Homeopaths and Other Stories by Margaret Chatterjee, The Marriage of Bela, The Legacy by Shashi Deshpande, The Boyfriend by Juliet Banerjee, ഇവയൊക്കെ മറ്റ് ചെറുകഥകളാണ്. With the establishment of Kali for Women, Kali or Kali, okay, Kali for Women, the first feminist publishing house in India in 1984, അണ്ടർലൈൻ ചെയ്യണേ, ഇന്ത്യയിലെ ആദ്യത്തെ ഫെമിനിസ്റ്റ് പബ്ലിഷിംഗ് ഹൗസാണ് കാലി ഫോർ വിമൻ. ഓക്കെ, കലി ഓർ കാലി ഫോർ വിമൻ 1984 അത് സ്ഥാപിക്കപ്പെടുന്നത്. അങ്ങനെ കൂടുതൽ സ്ത്രീ രചനകൾക്ക് പ്രാധാന്യം കിട്ടുകയാണ്, പ്രൊമോഷൻ കിട്ടുകയാണ്, പ്രോത്സാഹനം കിട്ടുകയാണ്. കാലി ഫോർ വിമൻസ് കോൺട്രിബ്യൂഷൻ ടു ക്രിയേറ്റിംഗ് എ മിലിയു ഫോർ വിമൻ ടു റൈറ്റ് ആൻഡ് പബ്ലിഷ് ദെയർ വർക്ക്സ് ലെഡ് ടു ദി ഇവല്യൂഷൻ ഓഫ് ഇന്ത്യൻ ഫെമിനിസ്റ്റ് തോട്ട്. ഇപ്പോൾ ഇന്ത്യയിൽ സ്ത്രീപക്ഷ ചിന്തയ്ക്കും വലിയ ഒരു ബൂസ്റ്റ് കിട്ടി, പ്രചോദനം കിട്ടി കാലി ഫോർ വിമൻ എന്നുള്ള പബ്ലിഷിംഗ് ഹൗസ് മൂലം. ദി ഇനീഷ്യേഷൻ ഓഫ് ഇന്ത്യസ് ഫസ്റ്റ് ഫെമിനിസ്റ്റ് ജേർണൽ മാനുഷി ഇൻ 1978, ആദ്യത്തെ ഫെമിനിസ്റ്റ് ജേർണലാണ് 1978 വരുന്ന മാനുഷി. ആൻഡ് ദ പബ്ലിക്കേഷൻ ഓഫ് ദി essay റീകാസ്റ്റിംഗ് വിമൻ, essays in colonial history by Kali for women, played a significant role in encouraging feminist intervention and perceptions in academia. ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടുകളെ വളർത്തുന്ന വലിയ സ്വാധീനം ചെലുത്തി ഈ എസ്സേ, ഈ ഒരു സമാഹാരം. വിമൻ സെൻട്രിക് തീംസ് വർ എംപ്ലോയിഡ് ബൈ റൈറ്റേഴ്സ് അറ്റ് ദിസ് ടൈം. ഈ ആധുനിക കാലത്തേക്ക് വരുമ്പോൾ ധാരാളം സ്ത്രീപക്ഷ എഴുത്തുകളുണ്ടായിട്ടുണ്ട്. Anthologies of short stories published by Kali for women, like Truth Tales, Slate of Life, both translations from regional languages to English and in other words, helped bring in the stories written by women writers of the time. ഈ കൃതികളൊക്കെ തന്നെ കാലി ഫോർ വിമൻ പബ്ലിഷ് ചെയ്തതാണ്. അണ്ടർലൈൻ ചെയ്ത് പ്രത്യേകം പഠിച്ചു വെക്കുക, അതാവശ്യമായി വരും. ഇതൊക്കെ സ്ത്രീപക്ഷ ചിന്തകളാണ്, സ്ത്രീകളുടെ വിഷയങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി സഹായിച്ച കൃതികളാണ്. It was The Nightingale, The Miracle, It Was Dark, The Stone Woman by Shashi Deshpande, പ്രധാനപ്പെട്ട ഒരു ഇന്ത്യൻ സ്ത്രീ എഴുത്തുകാരൻ ശശി ദേശ്പാണ്ഡെ. Diamond Dust and Other Stories by Anita Desai, another very important writer. The Interpreter of Maladies, Unaccustomed Earth by Jhumpa Lahiri. These are all short story collections. Amrita and Other Stories by Rupanjali. Barua, Frontiers by Shama Futehali, Satire of the Subway and 11 Other Stories by Anita Nair, If It Is Sweet by Mridula Koshi, and Venue Crossing, 12 Stories of Transit are some of the major collections of this time. 2000 അതുപോലെ തന്നെ 1986 ശേഷം ഇങ്ങോട്ടുള്ള കുറേ പ്രധാനപ്പെട്ട ചെറുകഥാ സമാഹാരങ്ങളുടെ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങളൊന്ന് അതൊന്ന് വായിച്ചു പഠിക്കുക. ആധുനിക കാലത്തെ കണ്ടംപററി എന്ന് നമ്മൾ പറയുന്ന, പ്രത്യേകിച്ച് സ്ത്രീപക്ഷ എഴുത്തുകാരിൽ കണ്ടംപററി, സ്ത്രീകളാൽ എഴുതുന്ന കണ്ടംപററി വിമൻ റൈറ്റേഴ്സ് എന്ന് വിളിക്കുന്ന കുറച്ച് എഴുത്തുകാരെ കുറിച്ചാണ് ലാസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ പറയുന്നത്. ഇനി അടുത്തതാണ് ന്യൂ ആൻഡ് മോഡേൺ വോയിസസ്. ആധുനിക ശബ്ദങ്ങളാണ്, പുതിയ ശബ്ദങ്ങൾ, ആധുനിക ശബ്ദങ്ങൾ, അവയെക്കുറിച്ചാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഷോർട്ട് സ്റ്റോറീസ് ഫെയർ ലൈക്ക് ദ ബൈ പ്രൊഡക്ട്സ് ഓഫ് നോവൽസ്. അണ്ടർലൈൻ ചെയ്യുക. പോസ്റ്റ് ഇൻഡിപെൻഡൻസ്, അതായത് ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള ചെറുകഥകളുടെ സ്വഭാവം എന്തായിരുന്നു? വാട്ട് ഇസ് ദ നേച്ചർ ഓഫ് ഷോർട്ട് സ്റ്റോറീസ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്? ദേ വേർ ലൈക്ക് ദ ബൈ പ്രൊഡക്ട്സ് ഓഫ് നോവൽസ്, അതായത് നോവലുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നത് എന്നർത്ഥം. While novels flourished, the number of short stories that were published was lower. നോവൽസ് ഒരുപാട് വന്നു, ഷോർട്ട് സ്റ്റോറീസ് അത്രയൊന്നും പബ്ലിഷ് ചെയ്യപ്പെട്ടില്ല, പ്രസിദ്ധീകരിക്കപ്പെട്ടില്ല. Among the novelists, Khushwant Singh, Joshi, Malgonkar, Nahal, and Bhattacharya wrote short stories too. Bhattacharya's short story collection, Indian Cavalcade, draws themes from Indian history, and Steel Hawk is sentimental and mostly anecdotal. അപ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു എഴുത്തുകാരനോട് പരിചയപ്പെട്ടല്ലോ നമ്മൾ, ഭട്ടാചാര്യ. ഇനി അടുത്തത് ഖുശ്വന്ത് സിംഗ്സ് കളക്ഷൻസ്. ഖുശ്വന്ത് സിംഗ് മറ്റൊരു പ്രധാനപ്പെട്ട എഴുത്തുകാരനാണ്.
പാർട്ടീഷനൊക്കെ ആ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം എഴുതുന്നത്. ദ മാർക്ക് ഓഫ് വിഷ്ണു ആൻഡ് അതർ സ്റ്റോറീസ്, ദ വോയിസ് ഓഫ് ഗോഡ് ആൻഡ് അതർ സ്റ്റോറീസ്, ദ ബ്രൈഡ് ഫോർ സാഹിബ് ആൻഡ് അതർ സ്റ്റോറീസ്, ആൻഡ് ബ്ലാക്ക് ജാസ്മിൻ. ഇതൊക്കെയാണ്. എം കെ നായിക് argues that a substantial number of short stories in the first 3 volumes are the same. ആദ്യത്തെ വോളിയത്തിലുള്ള കഥകളൊക്കെ തന്നെ സമാനമാണ് എം കെ നായിക് വാദിക്കുന്നുണ്ട്. എം കെ നായിക് ആരാന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ലിറ്റററി ക്രിട്ടിക്കാണ്, ഇന്ത്യൻ ലിറ്ററി, വളരെ പ്രശസ്തനായ ഇന്ത്യൻ ലിറ്റററി ക്രിട്ടിക്കാണ്. ഖുശ്വന്ത് സിംഗ് ഇസ് നോൺ ഫോർ ഹിസ് ഷാർപ്പ് സെറ്റാരിക്കൽ റൈറ്റിംഗ്. അക്ഷരവാസത്തിന് വളരെ പേരുകേട്ടതാണ് അദ്ദേഹത്തിൻ്റെ രചനാശൈലി. ഹി സെറ്ററൈസസ് ദ ബ്യൂറോക്രസി ഇൻ ഹിസ് സ്റ്റോറി മാൻ ഹൗ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റൺസ്. അദ്ദേഹത്തിൻ്റെ ഈ കഥയിൽ അദ്ദേഹം ബ്യൂറോക്രസിയാണ്, ഔദ്യോഗിക എന്താ പറയുക, ഔദ്യോഗിക രംഗത്തെയാണ് കുറ്റപ്പെടുത്തുന്നത്, ബ്യൂറോക്രസിയാണ്, ഔദ്യോഗിക ഭരണത്തെയാണ് കുറ്റപ്പെടുത്തുന്നത്. ആംഗ്ലിസൈസ്ഡ് ഇന്ത്യൻസ് ഇൻ എ ബ്രൈഡ് ഫോർ ദ സാഹിബ്. ഒരുപാട് ബ്രിട്ടീഷുകാരെ അനുകരിക്കുന്ന, വെസ്റ്റേൺ ശൈലിയിലേക്ക് അനുകരിക്കുന്ന ഇന്ത്യക്കാരെ വിമർശിക്കുന്ന കൃതിയാണ് എ ബ്രൈഡ് ഫോർ ദ സാഹിബ്. ദി ഇന്ത്യൻ ഡെമോക്രാറ്റിക് ഇലക്ഷൻ പ്രോസസ് ഇൻ ദ വോയിസ് ഓഫ് ഗോഡ്. ദ വോയിസ് ഓഫ് ഗോഡിലെ ഇന്ത്യൻ ഇലക്ഷനെയാണ് വിമർശിക്കുന്നത്. ദ ഡയസ്പോറ ഇന്ത്യൻസ് ഇൻ മിസ്റ്റർ കഞ്ചൂസ് ആൻഡ് ദ ഗ്രേറ്റ് മിറക്കിൾ. ഡയസ്പോറ ഇന്ത്യൻസിൻ്റെ, പ്രവാസികളായ ഇന്ത്യക്കാരെ വിമർശിക്കുന്നുണ്ട് ഈ കൃതിയിൽ. സെക്ഷൽ ഇഷ്യൂസ് became a theme in stories like Kusum, The Rape and The Morning of the Night Before. Sexual themes ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട് ഈ കൃതികളിലെ. He also used folklore and supernatural elements in his stories. The Mark of Vishnu, Death Comes to Daulat Ram, and The Mark of Vishnu, അതുപോലെ തന്നെ Death Comes to Daulat Ram എന്നീ കൃതികളിൽ സൂപ്പർ നാച്ചുറൽ, അതീന്ദ്രിയ ശക്തികളുടെ കഥകളുമുണ്ട്. മനോഹർ മാൽഗോക്കർ മറ്റൊരു പ്രധാനപ്പെട്ട എഴുത്തുകാരനാണ്. A Toast in Warm വൈൻ, അതുപോലെ തന്നെ ബോംബെ ബിവെയർ ആൻഡ് റംബിൾ ടംബിൾ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. അദ്ദേഹത്തിൻ്റെ തീം എന്താണ്? സ്മഗ്ലിംഗ്, മൈനിങ്, ആർമി ലൈഫ്, ഹണ്ടിങ്, എപ്സിയോനാജ്. അതായത് എപ്സിയോനാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാരപ്പണി ആൻഡ് ഫിലിം മേക്കിംഗ്, ഇതൊക്കെ ഇതിൻ്റെ തീംസ് ആയിരുന്നു. എ സർപ്രൈസ് എൻഡിങ് ഇസ് എ മേജർ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഹിസ് സ്റ്റോറീസ്. അപ്രതീക്ഷിതമായ എൻഡിങ് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ കഥകളിൽ. Chaman Nehal published the collection of The Weird Dance and Other Stories in 1965. Chaman Nehal, The Weird Dance and Other Stories പബ്ലിഷ് ചെയ്തു. അരുൺ ജോഷീസ് ദ സർവൈവർ മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ്. റസ്കിൻ ബോണ്ട്, വളരെ പ്രധാനപ്പെട്ട സമകാലികന എഴുത്തുകാരൻ. അദ്ദേഹം 90കളിലാണ് എഴുത്തിലേക്ക് കൂടുതൽ സജീവമാകുന്നത്. പ്രധാനപ്പെട്ട കൃതികൾ, ആദ്യകാല കൃതികൾ 1966 മുതൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. നെയ്ബേഴ്സ്, വൈഫ് ആൻഡ് അതർ സ്റ്റോറീസ്, മൈ ഫസ്റ്റ് ലവ് ആൻഡ് അതർ സ്റ്റോറീസ്, ദ മാൻ ഈറ്റർ ഓഫ് മഞ്ചേരി ആൻഡ് ദ ഗേൾ ഫ്രം കോപ്പൻഹാഗൻ. ഇതൊക്കെയാണ്. തീംസ് ഓഫ് സ്റ്റോറീസ് റേഞ്ച് ഫ്രം ആനിമൽസ്, ഓർഫൻസ്, അഡോളസൻസ്, അബ്നോർമൽ ചിൽഡ്രൻ ആൻഡ് ഓൾഡ് മെൻ ഹു ആർ ഫ്രസ്ട്രേറ്റഡ് വിത്ത് ലൈഫ്. ഇതിൻ്റെ കഥകളുടെ പ്രധാന തീംസാണ് യുവാക്കൾ, അഡോളസൻസ്, ടീനേജേഴ്സ്, അതുപോലെ തന്നെ ഓർഫൻസ്, അനാഥർ, മൃഗങ്ങൾ, പിന്നെ അബ്നോർമൽ ചിൽഡ്രൻ, അതുപോലെ പ്രായാധിക്യമുള്ള ആൾക്കാർ, പിന്നെ പ്രകൃതി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു തീം തന്നെയാണ്. പിന്നെ സ്റ്റോറീസ് നെവർ ഷൂട്ട് എ മങ്കി ആൻഡ് ഹോണ്ടഡ് ബംഗ്ലാവ്, സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ് ആർ എംപ്ലോയിഡ്. പിന്നെ സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ്, അതായത് ഈ പ്രേതഭൂത പിശാച്, അങ്ങനത്തെ സംഭവമൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. The passing of time and nostalgia are the themes of his stories like The Meeting Pool, My Father's Trees, and I Can't Climb Trees Anymore. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ സമയത്തെക്കുറിച്ച്, നൊസ്റ്റാൾജിയ, കടന്നു പോകുന്ന സമയം, നൊസ്റ്റാൾജിയനെ കുറിച്ചൊക്കെയുള്ള കഥകളാണ്. അപ്പോൾ റസ്കിൻ ബോണ്ടിനെ കുറിച്ച് ഒരുപാടുണ്ട്. ഇത് വളരെ ചുരുക്കം മാത്രമേ ഈ പറയുന്ന എല്ലാ എഴുത്തുകാരെക്കുറിച്ചും, പ്രധാനമായിട്ട് ആർ കെ നാരായൺ, റസ്കിൻ ബോണ്ട്, പിന്നെ മറ്റുള്ള ഖുശ്വന്ത് സിംഗ്, അനിത ദേശായി, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുറേ എഴുത്തുകാരുടെ, സ്ത്രീപക്ഷ എഴുത്തുകാർ ഉൾപ്പെടെ നമ്മൾ പറഞ്ഞതൊക്കെ വെറും ഒരു സമ്മറി എന്ന് മാത്രമേ പറയാൻ പറ്റൂ, സമ്മറി ഓഫ് സമ്മറി എന്ന് പറയാൻ പറ്റൂ. കാരണം ഇത് ഒരു വലിയ ഏരിയയിൽ സ്പാൻ ചെയ്ത് കിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള, ഒരുപാട് ഡീറ്റെയിൽസ് ഒക്കെ ഇൻഡെപ്തിൽ നമ്മൾ പോയാൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും. നമ്മുടെ ടെക്സ്റ്റിൽ, യൂണിറ്റിൽ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് തൊട്ടു പോകുന്നു, ഒന്ന് ടേസ്റ്റ് നോക്കുന്നു, അത്രയേ ഉള്ളൂ. മനോജ് ദാസ്, an Odia writer, has published 4 Indian English stories. 4 കൃതികൾ അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോങ് ഫോർ സൺഡേ ആൻഡ് അതർ സ്റ്റോറീസ് ഒന്ന്, ഷോർട്ട് സ്റ്റോറീസ് മറ്റൊരു കൃതിയാണ്, ദ ക്രോക്കഡൈൽസ് ലേഡി മറ്റൊന്നാണ്, ഫേബിൾസ് ആൻഡ് ഫാൻസീസ് ഫോർ അഡൾട്ട്സ് മറ്റൊന്നാണ്. ഹി എംപ്ലോയ്ഡ് satire like in the story The Mystery of the Missing Cap, tabular presentation like in the story Panchatantra for adults, inner struggles like in a Song for Sunday, humor
അങ്ങനെ നിരവധി തീംസ് അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. കോമിക് ഫാൻറ്റസി അദ്ദേഹത്തിൻ്റെ തീമിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമായിരുന്നു. ശർമ്മ ആൻഡ് ദ വണ്ടർഫുൾ ലാമ്പിൽ കോമിക് ഫാൻറ്റസി ഉണ്ട്. Other short story collections in Indian English include Hem Kumari and Other Stories by N.R. Diobhankar, Random Short Stories by A.S.C. Khazi, 1951, My Malabar, M.K. Unni Nayas, Creatures of Destiny, Sachindra Mazumdar, Where Angels Sell Eggs and Other Stories, and Sunbeams and Shadows by N.S. ഫാറ്റ്കെ എക്സെട്ര. ഇങ്ങനെ ഒരുപാട് റൈറ്റേഴ്സിൻ്റെ പേര് അവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് കുറച്ച് പേരുകൾ ഓർമ്മിച്ച് വെക്കുക. സമകാലിക എഴുത്തുകാരാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പേര് ഇതിനിടയിൽ ഓർമ്മിക്കേണ്ട ഒരു പേര് ഞാൻ പറയാം. അതാണ് KN ദാരുവാല. ഓർമ്മിക്കുക, സോഡ് ആൻഡ് അബിസ് 1979 ബൈ KN ദാരുവാല. ഈ ഭാഗത്ത് ഏറ്റവും താഴെ ഭാഗത്ത് കാണാൻ സാധിക്കും. KN ദാരുവാല. അദ്ദേഹം ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ എഴുതിയ പ്രധാനപ്പെട്ട എഴുത്തുകാരനാണ്. ശിവ് കെ കുമാറിൻ്റെ കൃതി പ്രധാനപ്പെട്ട ബിയോണ്ട് ലവ് ആൻഡ് അതർ സ്റ്റോറീസ്. ശിവ് കെ കുമാർ 1980 വന്ന കൃതിയാണ്. അതും പ്രധാനപ്പെട്ടതാണ്, ഓർമ്മിച്ചു വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിൽ ചർച്ച ചെയ്യുന്നത്. ഷോർട്ട് സ്റ്റോറി കളക്ഷൻസ് ആണ് ഇതൊക്കെ. സമാഹാരങ്ങളാണ് ഇതൊക്കെ. നമ്മൾ ഈ പഠിച്ച പേരുകളെല്ലാം തന്നെ ഇറ്റാലിക്സിൽ കണ്ട എല്ലാ പേരുകളും സമാഹാരങ്ങളുടെ പേരുകളാണ്, ചെറുകഥാ സമാഹാരങ്ങളാണ്. അപ്പം നിരവധി ചെറുകഥകൾ ഓരോ സമാഹാരത്തിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ എത്ര കഥകൾ ഉണ്ടാവില്ലേ, ആലോചിച്ച് നോക്കിയാൽ. ഇപ്പോൾ ചെറുകഥ എന്ന് പറയുന്നത് ചെറിയൊരു ചരിത്രമേ ഇന്ത്യൻ ഇംഗ്ലീഷ് ചെറുകഥയ്ക്കുള്ളൂ. ഇന്ത്യൻ ഇംഗ്ലീഷ് ചെറുകഥ വളരെ ചെറുതാണ്. അതിൻ്റെ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ് ഷോർട്ട് സ്റ്റോറി ഈസ് വെരി വെരി ഷോർട്ട്, ബട്ട് നെവർദലെസ് ഇറ്റ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ജോൺറ. വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്, ഒരു കാറ്റഗറിയാണ് ഷോർട്ട് സ്റ്റോറി. We cannot ignore it. It has feminist side to it. It has social realism in it. Writers used short story to discuss personal issues, personal experiences, character sketch, character psychology, nature, supernatural elements. ചെറുകഥകളിലൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരുന്ന പല ചെറുകഥകളും ഇന്ത്യൻ എഴുത്തുകാരുടെ കഥകളിൽ വരുന്ന ഒരു എലമെൻ്റാണ് സൂപ്പർ നാച്ചുറൽ, ഭൂതകഥകൾ, ഭൂതങ്ങളുടെ കഥകൾ. ഏറ്റവും മനോഹരമായിട്ട് അതിനെ ആവിഷ്കരിക്കുന്ന ഒരാളാണ് റസ്കിൻ ബോണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറിയ ചെറിയ കഥാസമാഹാരങ്ങൾ നമുക്കിപ്പോഴും വളരെയധികം നമ്മളെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന കഥകളാണ്. അപ്പോൾ വീഡിയോ ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കുള്ള സംശയങ്ങൾ കമൻറ്റ് രൂപത്തിൽ താഴെ രേഖപ്പെടുത്തുക. വീഡിയോ ഒരിക്കൽ കൂടി കണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, പ്രധാനപ്പെട്ട പേരുകൾ, എഴുത്തുകാരുടെ പേര്, പുസ്തകത്തിൻ്റെ പേര് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ ക്ലാസ്സുകൾ ഏറ്റവും യൂസ്ഫുൾ ആവണമെങ്കിൽ നിങ്ങൾ ഒരു ലെക്ചർ നോട്ട് കൂടി എഴുതുന്നത് ഉപകാരപ്രദമായിരിക്കും. അതല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ മറ്റു നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതുമാണ്. എങ്കിലും ലെക്ചർ നോട്ട് എഴുതാൻ എപ്പോഴും യൂസ്ഫുൾ എന്നാണ് ഞാൻ കരുതുന്നത്. പരീക്ഷയോട് അടുത്ത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഓർമ്മയുണ്ടാവും. അതുകൊണ്ടാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. നിങ്ങളുടെ കൂടെയുള്ള പഠിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന പഠന വൈകല്യങ്ങളോ അല്ലെങ്കിൽ പഠിക്കാനുള്ള പ്രോബ്ലംസൊക്കെയുള്ള ആൾക്കാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വലിയൊരു ഉപകാരമായിരിക്കും അവർക്കത്. അതുപോലെ തന്നെ കുറേ സമയം ഇരുന്ന് വായിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരിലേക്കൊക്കെ വീഡിയോ എത്തിച്ചു കൊടുക്കുക. ഒരു പഠന സഹായി അവർക്കിത് ഉപകാരപ്പെടുമെന്ന് കരുതുകയാണ്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ടൈം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.